കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ റാത്തീഖൽ മുസ്ലിം ജമാഅത്തിലെ 3 മദ്രസകളിലും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ മക്കളുടെ പരിപാടികൾ നടന്നു. വളരെ സന്തോഷകരമായ നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവം പോലെ, നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമായി മാറുന്ന രംഗമാണ് നബിദിന പരിപാടികൾ. ഇത്രത്തോളം രക്ഷിതാക്കൾ നമ്മുടെ മദ്രസയിൽ കഴിച്ചുകൂടുന്നത് നബിദിന പരിപാടിക്കാൻ. സാന്ദർഭികമായി പറഞ്ഞാൽ നമ്മൾ വിളിച്ചു കൂട്ടുന്ന PTA പോലും, പേരൻസ് മീറ്റിങ്ങിൽ പോലും ഇത്രത്തോളം രക്ഷിതാക്കളെ കാണാൻ കഴിയും. എന്തായാലും നമ്മുടെ മക്കളുടെ പരിപാടി കാണാനെങ്കിലും രക്ഷിതാക്കൾ മദ്രസയിൽ എത്തുന്നുണ്ടല്ലോ. അവരവരുടെ മക്കളുടെ പരിപാടി ആസ്വദിക്കാനാണെങ്കിലും രക്ഷിതാക്കൾ മദ്രസയിൽ എത്തുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം നമുക്ക് ഉസ്താദുമാർക്കുണ്ട്. അൽഹംദുലില്ലാഹ്. സന്ദർഭമായിട്ട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നബിദിന പരിപാടിയിൽ മാത്രം ഒതുക്കേണ്ടതല്ല മദ്രസ രംഗം. ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട സമയം ഇല്ല. കുറെ വർഷമായി റാത്തീഖിൽ ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായിട്ട് എനിക്കറിയാം. അതിത്രയും നീണ്ട വർഷത്തിനിടയിലുള്ള ഇടപെടലുകളിലൂടെയും സഹകരണത്തിലൂടെയും ഒക്കെയാണ്. അതിന്റെ സ്വാതന്ത്ര്യത്തിൽ പലപ്പോഴും ഞാൻ ഇടപെടുകയും ചെയ്യും. അത് കുട്ടികളുടെ വിഷയത്തിലാകട്ടെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പല കുട്ടികളുടെയും രക്ഷിതാക്കൾ എന്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ മദ്രസയിൽ പഠിപ്പിച്ച് വളർന്ന കുട്ടികളുടെ മക്കളാണ് ഇപ്പൊ മിക്കവാറും 1ാം ക്ലാസ്സിലും UKG പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാർണിഷ്യത്തിലും ആ ഒരു സ്വാതന്ത്ര്യത്തിലും ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട്. മറ്റൊന്ന്, ഈ അധ്യാപകർ എന്നുള്ള നിലയിൽ നമ്മുടെ ഇവിടുത്തെ മദ്രസയിൽ ഞാൻ ഉൾപ്പെടുന്ന 4 ഉസ്താദുമാരെ, അവരെ ക്ലാസ്സിൽ വരുമ്പോൾ ആ അരമണിക്കൂർ 3/4 മണിക്കൂർ എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് അവരെ വിട്ട് വീണ്ടും അടുത്ത ദിവസം വരുമ്പോൾ വീണ്ടും അവരെ പഠിപ്പിച്ച് വീണ്ടും വിട്ട് അങ്ങനെ ഒതുങ്ങുന്ന ഒരു രീതിയിലല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ടീച്ചറാകും, ചിലപ്പോൾ ഞങ്ങൾ മെന്ററാകും, ചിലപ്പോൾ ഞങ്ങൾ ട്രെയിനറാകും, ചിലപ്പോൾ ഞങ്ങൾ കൗൺസിലറാകും. ഈ 4 റോളും ഞങ്ങൾ ഉസ്താദുമാർ വഹിക്കുന്നുണ്ട്. സ്കൂളിൽ ഒരുപക്ഷെ ടീച്ചറിന് ടീച്ചറാകാനേ പറ്റുള്ളൂ, മെന്ററാകാൻ പറ്റില്ല, ട്രെയിനറാകാൻ പറ്റില്ല, കൗൺസിലറാകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഈ മദ്രസയിലെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ പഠിക്കുന്ന മക്കൾ അവർ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വന്നിട്ട് പോയിട്ട് പിറ്റേന്ന് വരിക, അതങ്ങനെ ഒരു ദൈനംദിന ചര്യയായി നീങ്ങുക എന്നതിനപ്പുറം മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് പരിശുദ്ധമായ ദീന് എന്താണോ ലക്ഷ്യപ്പിക്കുന്നത്, നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കുട്ടികളിൽ എന്താണോ ഉണ്ടാകേണ്ടത് അത് പരിപൂർണമായ അർത്ഥത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പല ഇടപെടലുകളും നടത്തുന്നത്. നിങ്ങൾക്കും ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് പലർക്കും അറിയാം, ഞങ്ങൾ ഉസ്താദന്മാരെ വരുന്ന കുട്ടികളെ പഠിപ്പിച്ച് ആ നിലയിൽ മദ്രസ പ്രവർത്തിക്കാന്ന് കണ്ടാൽ നമ്മളെ മദ്രസയിൽ 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പഠിക്കാനുണ്ടാവില്ല. കാരണം മിക്കവാറും കുട്ടികളുടെ ഇഷ്ടപ്രകാരം, രക്ഷിതാക്കളുടെ ഇഷ്ടപ്രകാരം പരമാവധി കുട്ടികൾ 7ാം ക്ലാസ് വരെയൊക്കെയാണ് വരുന്നത്. 8, 9, 10 പ്ലസ് 1 പ്ലസ് 2 ഒക്കെ വരുന്നത് പറഞ്ഞാല് 2 ഘടകങ്ങളാണ്. ഒന്ന്, കുട്ടികൾക്ക് വരാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഒരുപക്ഷെ സ്കൂളുകളിൽ നിന്നോ ട്യൂഷൻ സെന്ററിൽ നിന്നോ കിട്ടുന്ന എൻജോയ്മെന്റ് ഒന്നും മദ്രസയിൽ നിന്ന് കിട്ടണമെന്നില്ല. കാരണം എന്താ, മദ്രസയിൽ പഠിപ്പിക്കുന്നതൊക്കെ നല്ലത് ചെയ്യാനല്ലേ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെയാണ്. അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായിട്ടും വിരസത ഉണ്ടാകുന്നതാണ്. 7ാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ കുട്ടികൾ അവരുടെ വീട്ടിലെ ചുറ്റുപാടിലും ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ
ഭൗതിക വിദ്യാഭ്യാസത്തിനോടുള്ള വല്ലാത്ത താല്പര്യം അതാവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തെ മുടക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇന്ന് അൽഹംദുലില്ലാഹ് +2 വരെ നമ്മൾ മദ്രസയിലുണ്ട്. വർക്കല മേഖലയിൽ തന്നെ 35 മദ്രസകളുള്ളത്. 5 മദ്രസകൾക്ക് താഴെയാണ് ഹയർ സെക്കൻഡറി ഉള്ളത്. ഹയർ സെക്കൻഡറി മദ്രസയായിട്ടുള്ളത് 5 മദ്രസകൾക്ക് താഴെയാണ്. അതില് +1 +2 ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് നമ്മുടെ മദ്രസയിലാണ്. അത് കാരണം എന്താ ചോദിച്ചാല്, രാവിലെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് അതുപോലെ എന്റെ കൂടെയുള്ള ഉസ്താദുമാർ വന്നിരുന്നിട്ട് 6 മുതൽ കുട്ടികളെ വിളിച്ചു തുടങ്ങും. അവരെ രക്ഷിതാക്കൾ വിളിച്ചു തുടങ്ങും. രക്ഷിതാക്കൾ പാവങ്ങൾ അവരുടെ ഉസ്താദത്തിനെ കൊണ്ട് മെനക്കെട്ട് വിളിക്കാൻ ഒന്ന് ഇറങ്ങി പോടാതെ തള്ളി മോളെ ആയാലും മോയനെ തള്ളി ഇറക്കി വിടും. 2 ദിവസം കണ്ടില്ലെങ്കിൽ വീണ്ടും വിളിക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്തോണ്ട് പോകും വീട്ടിൽ ആ മക്കളെ വിളിക്കാൻ. ആൺകുട്ടികളാണെങ്കിൽ വിളിക്കാൻ വേണ്ടി നേരിട്ട് വീട്ടിൽ ചെന്നിട്ട് തട്ടി ഉണർത്തി അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ മണിക്ക് രാവിലെ പറഞ്ഞ് കുളിപ്പിച്ച് എടുത്ത് എല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ നമ്മളെ കലാപരിപാടി ഉണ്ടല്ലോ, ഒരു സംഭാഷണമൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ട് ഈ ആമക്കളെ കൊണ്ട് പഠിപ്പിക്കാൻ പെട്ട പാട് സുബ്ഹാനല്ലാഹ്. 7:30 മണിക്ക് മദ്രസ വിടും. ഞാൻ 9 മണി വരെയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കൊണ്ട് ഞാൻ ഇരിക്കും. എന്തിനറിയാവോ? ഇതിനെന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു വന്നത്. ആ നിലയിലാണ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഇപ്പം 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾ വരുന്നില്ല, മദ്രസയില്ലെന്ന് വിചാരിച്ചിട്ട് കമ്മിറ്റിക്കാരെ ഞങ്ങൾ ശമ്പളം കുറയ്ക്കുന്നൊന്നുമില്ല. അവർ ഞങ്ങളെ ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്താൽ ഞങ്ങൾ പറയും കുട്ടികൾ വരുന്നില്ല എന്ന് പറയും. അപ്പൊ അവർ വിചാരിക്കും കുട്ടികൾ വരുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് എത്രയോ മദ്രസകളിൽ 8ാം ക്ലാസ് ശേഷം കുട്ടികൾ ഇല്ലാത്തത്. പക്ഷെ ഇവിടെ ഞങ്ങൾ ഉസ്താദുമാര് ഈ ഞങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന ഇന്ന് 8, 9, 10, 12 വയസ്സുള്ള മക്കൾ നാളെ ഈ നാടിനെ നയിക്കേണ്ടവരാണ്. ഓരോ കുടുംബത്തിന്റെയും നെടുന്തൂണാകേണ്ടവരാണ്. ആൺകുട്ടികൾ നാളെ ഓരോ കുടുംബത്തെയും അവരുടെ ജീവിതം കൊണ്ട് അവർ സമർപ്പിച്ചവരെ വളർത്തേണ്ടതാണ്. ഓരോ പെൺകുട്ടികളും നാളെ അവർക്ക് മക്കളാകുമ്പോൾ അവർ രക്ഷിതാക്കളാകേണ്ടവരാണ്. ഈ മക്കളിൽ നന്മയുണ്ടെങ്കിലേ അവരുടെ അടുത്ത തലമുറയിൽ നന്മയുണ്ടാവുകയുള്ളൂ. നമ്മളുടെ മുന്നിലിരിക്കുന്ന മക്കളിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ, അവരിൽ എന്തെങ്കിലും മോശമായ പ്രവൃത്തികളോ മോശമായ ജീവിത രീതികളോ ഉണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രതി അവരല്ല, മറിച്ച് ആരാണ്? എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു കുഞ്ഞും ജനിച്ച പാടെ തെറ്റ് ചെയ്തുകൊണ്ടല്ല ജനിക്കുന്നത്. ഒരു കുഞ്ഞും വളരുമ്പോൾ അവൻ സ്വയം തിന്മകളിലേക്ക് പോകുന്നില്ല, മറിച്ച് സാഹചര്യങ്ങളാണ് അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. പറയാറുണ്ട് പല രക്ഷിതാക്കളും, ഫോൺ കയ്യിൽ വെക്കുന്നില്ല. ഇന്ന് കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് അത് വാങ്ങി വെക്കാൻ പേടിയാണ്. അത്രത്തോളം നമ്മളെ മക്കൾ നിലവാരം ഉയർന്നിട്ടുണ്ട്. നമ്മുടെ പെൺമക്കളെ കയ്യിൽ നിന്നോ ആൺമക്കളെ കയ്യിൽ നിന്നോ, ആൺമക്കളെ കയ്യിൽ നിന്ന് വീണ്ടും വാങ്ങാം. പെൺമക്കളെ കയ്യിൽ നിന്ന് ഫോൺ തിരിച്ചു വാങ്ങി വെക്കാൻ പറ്റില്ല. ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റൂല. ഫോൺ തരുമെന്ന് പറയാൻ പറ്റൂല. കാരണം എന്തറിയോ? ചിലപ്പോ നാളെ നേരം എടുക്കുമ്പോൾ അവരുടെ ഡോർ തുറക്കാൻ പറ്റൂല. അല്ലേ? തള്ളി തുറക്കണം, ചവിട്ടി അനുഭവില്ലേ? ചവിട്ടി തുറക്കണം. ആ നിലയിലേക്ക് നമ്മളെ മക്കളെ ആരാക്കി ചോദിച്ചാൽ ഞാൻ പറയും രക്ഷിതാക്കളാണ്. കാരണം എന്താ? ഈ കുട്ടികൾ ഫോൺ വാങ്ങിയിട്ടില്ലല്ലോ, പൈസ കൊടുത്തിട്ട്. ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് ഫോൺ ഉണ്ടാക്കി എടുത്തിട്ടില്ലല്ലോ. ഈ ഫോൺ ഈ മക്കളെ കയ്യിലേക്ക് കൊടുത്തത് ആരാണ്? ഈ രക്ഷിതാക്കളാണ്. ഈ രക്ഷിതാക്കളാണ് കൊടുത്തത്, അവരാണ് വെളിയിലാക്കിയത്. അപ്പൊ ചോദിച്ചത്, ഇന്നത്തെ കാലത്ത് മക്കൾക്ക് മൊബൈൽ കൊടുക്കാതെ അവര് ഫോൺ എടുക്കാതെ ഇന്ന് ജീവിക്കാനും പറ്റുന്നത് അത് വെറുതെയാണ്. ആ പറയുന്നത് വെറുതെ. ഞാൻ അനുഭവം കൊണ്ട് ഞാൻ പറയും, മക്കൾക്ക് ഫോൺ കൊടുക്കാതെ വളർത്താം. മക്കൾക്ക് ഫോൺ ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകും. നമ്മൾ കൂടെ ഇരുന്നിട്ട് അവർക്ക് എന്താണോ ഫോൺ കൊണ്ടുള്ള ഉപയോഗം അത് നമ്മൾ കൂടെ ഇരുന്നിട്ട് അത് ഉപയോഗിക്കണം. അവരെ കൊണ്ടത് പ്രയോജനം ആക്കണം. ഇന്നത്തെ പുതിയ ആൽഫ ജനറേഷൻ ആണ്, പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്നവരാണ് നമ്മളെ മക്കൾ, നമ്മളല്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ ജനിക്കുമ്പോൾ ഇവിടെ മൊബൈൽ ഇല്ല. ഞാൻ ഉൾപ്പെടെ ഒരു 40 വയസ്സിനൊക്കെ മുകളിലൊക്കെ ഉള്ളവരല്ലേ ജനിക്കുമ്പോൾ ഫോണുണ്ടോ? ഇല്ല. നമ്മൾ ജനിക്കുമ്പോൾ ഫോണില്ല. നമ്മൾ ജനിച്ചതിന് ശേഷം വളർന്ന ശേഷം നമ്മൾ ഫോൺ കണ്ടതാ. പക്ഷെ എന്റെ മുന്നിലിരിക്കുന്ന ഈ മക്കളെ മുഴുവനും ആൽഫ ജനറേഷൻ എന്നാ പറയാ. എന്ന് പറയാൻ അർത്ഥം എന്താ? അവിടെ ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ട്?
മക്കളെ ജനിച്ചപ്പോൾ തന്നെ എന്ത് കണ്ടിട്ടുണ്ട്? ഫോൺ കണ്ടിട്ടുണ്ട് അല്ലെ, മൊബൈൽ കണ്ടിട്ടുണ്ട്, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ സെക്രട്ടറി പ്രസിഡന്റ് ഒന്നും കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഉറപ്പേ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അന്നെ ഉണ്ടായിരുന്നില്ലേ എന്തായിരുന്നു അവസ്ഥ അല്ലേ? നോക്കാൻ നശിക്കുമായിരുന്നു. രക്ഷപ്പെട്ടതില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളെ മക്കൾ ഇതിന്റെയൊക്കെ ഇടയിൽ ജീവിച്ചിട്ട് അവർ നന്നാകുന്നു എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. പുതിയ കാലത്ത് നമ്മുടെ മക്കളൊക്കെ നന്നാവുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കുമാറാകട്ടെ. പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ, മദ്രസ എന്നുള്ളത് നബിദിന പരിപാടി കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. കാരണം ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മുടെ മദ്രസ ഈ വർഷം അധ്യയന വർഷം തുടങ്ങിയിട്ട് ഏകദേശം 5 മാസത്തോളായി. ഈ 5 മാസത്തിൽ 10 ദിവസം പോലും തികച്ചു വരാത്ത കുട്ടികളുണ്ട്. പക്ഷെ ആ കുട്ടികൾ ഇന്നലെയും മെനിഞ്ഞാന്നും കൃത്യമായി ഇവിടെ പ്രസന്റ് ആയിരുന്നു. അങ്ങനെയുള്ള ചില കുട്ടികൾ എങ്ങനെ ഈ 5 മാസത്തിനകത്ത് 10 ദിവസം പോലും പ്രസന്റ് കിട്ടാത്ത കുട്ടികൾ, അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾ ഇന്നലെ ശനിയും ഞായറും കൃത്യമായി മദ്രസയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇതുപോലെയുള്ള എല്ലാ ശനിയും ഞായറും അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മദ്രസയിൽ വരാം, പക്ഷെ വരില്ല. അപ്പൊ എന്താ പറയാ, പഠനമല്ല അവിടെ വിഷയം. നബിദിനത്തിന്റെ പരിപാടിയിൽ ചേരുക, പരിപാടിയിൽ പങ്കെടുക്കുക, പരിപാടി കാണുക, ഇതൊക്കെയാണ് ലക്ഷ്യം. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മദ്രസ രംഗം നല്ല നിലയിൽ ഇനിയും പരിപോഷിക്കണം. ഇനിയും നമ്മുടെ മദ്രസ രംഗം വളരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ ഉസ്താദുമാർ അതിന് പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ പൂർണ്ണമായി തികഞ്ഞവരല്ല. പഠിപ്പിക്കുന്നതിലോ നോട്ട് കൊടുക്കുന്നതിലോ കുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷണത്തിലോ മദ്രസ ടൈമിങ്ങിലോ ഒക്കെ. ഏത് മദ്രസ ടൈം എന്ന് പറഞ്ഞാല് കുറഞ്ഞു പോകണമെന്നുള്ള അതിനാണ് പരാതി പറയേണ്ടത്. മദ്രസ ടൈം കൂടി പോകണമെന്ന് പരാതി പറയുകയായിരുന്നു. മദ്രസ ടൈം പോരെങ്കിൽ അത് നിങ്ങൾ അങ്ങനെയുള്ള എന്ത് നിർദ്ദേശവും നിങ്ങളുടെ പരാതികൾക്കൊക്കെ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഇതൊരിക്കലും അവസരമായി ഞാൻ കണ്ടുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ നബിദിന ഘോഷയാത്ര കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച മുതൽ നമ്മൾ മദ്രസ ആരംഭിക്കും. അന്ന് മുതൽ പിന്നെ നമുക്ക് ഒന്നാമതായി ആൺകുട്ടികൾക്ക് മേഖലാ തലത്തിലുള്ള കലാമത്സരങ്ങളുണ്ട്. ഇവിടെ നടന്ന പരിപാടിക്ക് ഫസ്റ്റ് നേടിയ കുട്ടികളെ കൊണ്ട് മേഖലയിൽ സെപ്റ്റംബറിലല്ലേ, സെപ്റ്റംബർ 21 എന്ന് പറയാൻ ഇനി ഒരു മാസം ഇനി ഇല്ല. സെപ്റ്റംബർ 21 നടക്കുന്ന മേഖലാതല കലാമത്സരങ്ങളിൽ തനാഫുസ് എന്നാണ് അതിന്റെ പേര്. ആ കലാമത്സരങ്ങൾ നമ്മുടെ കുട്ടികൾ പങ്കെടുപ്പിക്കണം. അപ്പൊ അതിൽ നമ്മുടെ മദ്രസയ്ക്ക് ഫസ്റ്റ് കിട്ടണം. കഴിഞ്ഞ പ്രാവശ്യം 3 വർഷത്തിലൊരിക്കലാണ് കലാമത്സരങ്ങൾ നടക്കുക മേഖലാ തലത്തിൽ. കഴിഞ്ഞ വർഷം നടന്ന കലാമത്സരത്തിൽ മേഖലയിൽ 35 മദ്രസകളിൽ ഫസ്റ്റ് നമുക്ക് മദ്രസയിലായിരുന്നു. നമ്മുടെ മദ്രസയ്ക്കായിരുന്നു ഫസ്റ്റ്. അതേ ആഗ്രഹം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാനേ പറ്റുള്ളൂ. നേടേണ്ടത് ആരാണ്? പരിപാടി പ്രസിദ്ധോ ഇപ്പോഴൊക്കെ കൃത്യമാണ് ഏജ് അല്ലെ. സബ് ജൂനിയർ ഇത്ര വയസ്സ്, 2 ദിവസം കൂടിയാൽ അവരെ ജൂനിയർ ആകും. ജൂനിയർ ഇത്ര പ്രായം, അത് 2 ദിവസം അവർ പറയുന്ന കണ്ടീഷനേക്കാൾ 2 ദിവസം കൂടുതൽ അവർ സീനിയർ ആകും. ഒരു ഇൻസ്റ്റാളാൻ പറ്റുമോ? ഇല്ല. ഈ മക്കളാണ്. അത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണ അതിനുണ്ടാകണം. അത് കഴിഞ്ഞാൽ വാർഷിക പരീക്ഷ ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ നമ്മുടെ മദ്രസയിലെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടി നമ്മുടെ മദ്രസയിലായിരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അതിനൊക്കെ ഉസ്താദുമാരുടെ കുട്ടികളുടെ രക്ഷിതാക്കളെയൊക്കെ പരിശ്രമം എല്ലാം യോജിച്ചാണ്, പരിശ്രമം കൊണ്ടാണ്. ഈ വർഷത്തെ വാർഷിക പരീക്ഷയിലെ ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളിൽ പ്രതീക്ഷയുണ്ട്. അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരിലൂടെ ഞങ്ങളുടെ മദ്രസയുടെ യശസ്സ് ഉയരണം. അതിന് നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും തയ്യാറാകണം എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നു. നിങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഏതായാലും നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിച്ച് നാളെ നമ്മൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ നമ്മളെ കാലുമടക്കി അടിക്കാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരുടെ മക്കളായി, നല്ലവരായി, സ്വാലിഹ്യങ്ങളായി വളർത്താൻ മദ്രസ വിദ്യാഭ്യാസമല്ലാതെ ഒരു രംഗവും ഇന്നില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് നമ്മൾ മക്കളെ അയക്കുമ്പോൾ, ട്യൂഷൻ സെന്ററിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ വളരെ ജാഗ്രതയോടെ കണ്ണിലെണ്ണ ഒഴിച്ച് അവരെ ശ്രദ്ധിച്ച് അവരെ നല്ല നിലയിൽ വളർത്താൻ. കാരണം നമ്മൾ അറിയാത്ത ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മളുടെ മക്കൾ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ മക്കൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ അവരുടെ കയ്യിൽ ഫോൺ വേണ്ട, അവർക്ക് സിം കാർഡ് വേണ്ട, ഒന്നും വേണ്ട. അത് രക്ഷിതാക്കൾക്ക് അറിയോ? ചില രക്ഷിതാക്കൾ നമുക്ക് ഫോണൊന്നുമില്ല എന്ന് പറയും, നമുക്ക് സിം കാർഡ് ഒന്നും ഇല്ലെന്ന് പറയും. എന്നോട് പറയാറില്ല. അവർക്ക് ഇന്നത്തെ മക്കൾക്ക് ഫോൺ ഉപയോഗിക്കാൻ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഫോണിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞങ്ങളൊക്കെ ഉസ്താദ്മാരും ചിലപ്പോൾ ഫോൺ കൊടുക്കാൻ പേടിയാതെ നമ്മളെ ഫോണ് ജസ്റ്റ് എന്തെങ്കിലും പാട്ട് നോക്കാനോ എന്തെങ്കിലും സംഭവം കൊടുക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ എവരി അരമണിക്കൂർ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറി ആരെയാണോ കണ്ടെത്തേണ്ടത് അവരെ കണ്ടെത്തും. അവരുടെ ഇൻസ്റ്റാഗ്രാം അവർക്ക് വേണ്ട, അവർക്ക് സുഖം വേണ്ട, ഒന്നും വേണ്ട. അതിന്റെ കാലം അവരുടെ ചില രക്ഷിതാക്കളൊക്കെ ഭയങ്കര അവർ നിർഭയത്തോടെ ഇരിക്കുകയാണ്. എന്റെ ഫോൺ ഞാൻ ഫോണൊന്നും കൊടുത്തിട്ടില്ല, ഫോണൊന്നും കൊടുക്കണ്ട, അവർക്ക് അറിയാൻ എങ്ങനെ ഉപയോഗിക്കാൻ. അവർക്ക് നമ്പരും വേണ്ട, അവർക്കറിയാൻ എങ്ങനെ ഉപയോഗിക്കാൻ. അത്ര വിശാലമായ ലോകമാണ്. പിന്നെ നമ്മളെ ഉമ്മമാരല്ലേ മക്കൾ ചോദിക്കണം, മോളെ ഇതൊന്ന് പറഞ്ഞതാ, ഇതൊന്ന് കാണിച്ചു വേണ്ടി പറഞ്ഞു അല്ലേ? അതുകൊണ്ട് അവർക്ക് കൂടുതൽ സൗകര്യമാണ്. മനസ്സിലാക്കാൻ തോന്നിക്കട്ടെ. നമ്മളുടെ മക്കളുടെ മകളിൽ നമുക്ക് 2 കണ്ണല്ല 4 കണ്ണ് വേണം. നമ്മുടെ മുഖത്തിരിക്കുന്ന 2 കണ്ണ് വേണം, ഹൃദയത്തിന്റെ 2 കണ്ണ് നമ്മുടെ മക്കളുടെ മേൽ വേണം. മക്കൾ പാഴായി പോകാതിരിക്കാൻ, അവർ പേരുദോഷത്തിന് കാരണമാകാതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കാൻ തോന്നിക്കുന്നതാകട്ടെ. അതുകൊണ്ട് മദ്രസ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ എല്ലാവരും സഹകരണം ഉണ്ടാകണമെന്ന് സാന്ദർഭമായി സൂചിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ 2 ദിവസം നീണ്ടുള്ള പരിപാടി, ഇന്നത്തെ സമ്മാനദാനം, നാളത്തെ ഘോഷയാത്ര, ഇതിനു വേണ്ടി നമ്മുടെ നാട്ടിലെ ആവാലവൃദ്ധ ജനങ്ങളും നല്ല നിലയിൽ അൽഹംദുലില്ലാഹ് സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളിൽ നിന്ന് 500 രൂപ വീതം നമ്മുടെ പരിപാടിക്ക് വേണ്ടി വാങ്ങി അൽഹംദുലില്ലാഹ് ഭൂരിഭാഗം പേര് തന്നു. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതിനുവേണ്ടി ചെലവഴിക്കുന്നത് നമ്മളത് നിർബന്ധം വാങ്ങിയതാണെങ്കിലും മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നിങ്ങൾ കൊടുത്തതാണ്, തീർച്ചയായും അതിന് ഉന്നതമായ പ്രതിഫലം ലഭിക്കും. പിന്നെ 2 ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയും മറ്റുമൊക്കെയായി പലരോടും പല മനസ്സുകളും അൽഹംദുലില്ലാഹ് ഞാൻ ചോദിച്ചപ്പോൾ കാശ് തന്നവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാടിന്റെ ഒരു നന്മയായി നടക്കുന്ന ഈ വിവിധ പരിപാടിയിൽ തരാൻ എല്ലാവരും തയ്യാറാണ്, നല്ല നിലയിൽ സഹകരിച്ചവരാണ്. അൽഹംദുലില്ലാഹ് ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആരും നോ പറഞ്ഞിട്ടില്ല, എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആലയുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് റഹ്മത്തും നൽകുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ മുത്തറസൂലിന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ അവർ ഈ ചെയ്ത നന്മ അല്ലാഹു കാരണമാക്കുമാറാകട്ടെ. അതുപോലെ ദുനിയാവിന്റെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവരും സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. അതുപോലെ 2 ദിവസം സ്നാക്സ്, കേക്ക്, മിഠായി, ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന അൽഹംദുലില്ലാഹ് രക്ഷിതാക്കൾ, സഹോദരിമാരുണ്ട്. അല്ലാഹു തആല ഏറ്റവും ഖൈറായവർക്ക് പകരം നൽകുമാറാകട്ടെ. അവരുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കുമാറാകട്ടെ. ഈ നന്മയിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ച് ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ അല്ലാഹു ഇഹലോകത്തും പരലോകത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നോടൊപ്പം എന്നേക്കാൾ കഠിനാധ്വാനം ചെയ്ത് ഇത്രയും ദിവസം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സക്കീർ ഉസ്താദ്, അബ്ദുൽ റഹ്മാൻ ഉസ്താദ്, അബ്ദുൽ സമദ് ഉസ്താദ്, അവരൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് പകരം കൊടുക്കാൻ പ്രാർത്ഥന മാത്രമാണ്, എന്ത് കൊടുത്താലും പകരമാവില്ല. ഈ മക്കളുടെ ഒരു നല്ല പാട്ട് കേൾക്കാൻ, നല്ലൊരു പ്രസംഗം കേൾക്കാൻ, മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കാൻ അവർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അല്ലാഹു അതിന് പകരമായി അവരുടെ പൊന്നുമക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കുമാറാകട്ടെ. ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആക്കുമാറാകട്ടെ. ദുനിയാവിലെ അല്പത്യാഗവും പ്രയാസവും അനുഭവിച്ചാലും നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാത്തിനുപരി എന്റെ ഹൃദയത്തിന്റെ താരകങ്ങളായ ഈ ഇരിക്കുന്ന എന്റെ കുസുമങ്ങളാകുന്ന പൊന്നോമന മക്കൾ, അവർ നടത്തിയ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു. നല്ല കഷ്ടപ്പെട്ട് പഠിച്ച്, പ്രത്യേകിച്ച് സ്കൂളിൽ എക്സാം ആയിരുന്നു. ആ പരീക്ഷ തിരക്കിനിടയിലും അവർ മനോഹരമായി പരിപാടികൾ അവതരിപ്പിക്കാൻ പരിശ്രമിച്ചു. അല്ലാഹു നാളുകളിൽ അവർക്ക് ഇതിന്റെ ഫലമായി സന്തോഷമുള്ള ഉയർന്ന ജീവിതങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് സമ്മാനദാനത്തിലേക്ക്